ഭൂമിക്ക് ഭീഷണിയാവാൻ സാധ്യതയുള്ള ഛിന്നഗ്രഹമായ ബെന്നു അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ കാര്യമായിരുന്നു. വളരെ അപകടകാരിയായ ഒരു വസ്തുവായി കണക്കാക്കപ്പെടുന്ന ബെന്നുവിന് ഏകദേശം 4900 മീറ്റർ വ്യാസമാണുള്ളത്. ഓരോ 6 വർഷത്തിനും ബെന്നു ഭൂമിയുടെ ഏറ്റവും അടുത്ത് എത്താറുണ്ട്. നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് ഏകദേശം 1,86,000 മൈൽ, അതായത് 2,99,000 കിലോമീറ്റർ അകലെയാണ് ഇത് വരുന്നത്. ഭാവിയിൽ ബെന്നു കൂടുതൽ അടുത്ത് എത്തിയേക്കാം എന്നാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ പ്രവചിക്കുന്നത്. 2182 സെപ്റ്റംബറിൽ ബെന്നു ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത 2700-ൽ 1% എന്നാണ് കണക്കാക്കുന്നത്. ഇത് സൂര്യനിൽ നിന്ന് വീഴാനുള്ള സാധ്യത 48%ആണെന്നും ആന്തരിക സൗരയുധത്തിൽ നിന്ന് പുറന്തള്ളപ്പെടാനുള്ള സാധ്യത 10%ആണെന്നും ശുക്രനെ ഇടിക്കാനുള്ള സാധ്യത 26%ആണെന്നുമാണ് കണക്കുകൾ കാണിക്കുന്നത്. നാസയുടെ ഒറിസിക്സ് റെക്സോ ദൗത്യം ബെന്നുവിനെ കുറിച്ച് വിപുലമായി പഠിക്കുകയാണ്. കൂടാതെ 2020-ൽ ബഹിരാകാശ പേടകം ഛിന്നഗ്രഹത്തിന്റെ ഉപരിതലത്തിന്റെ സാമ്പിൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാമ്പിളിന്റെ വിശകലനത്തിൽ ബെന്നുവിന് ജലവും ജൈവ സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബെന്നുവുമായുള്ള കൂട്ടിയിടി തീർച്ചയായും ഭൂമിക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. കമ്പ്യൂട്ടർ സിമുലേഷനുകൾ അനുസരിച്ച് ബെന്നുവിന്റെ വലുപ്പമുള്ള ഒരു ഛിന്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കുമ്പോൾ അത് വലിയ അളവിൽ ഊർജം പുറത്തുവിടുകയും വ്യാപകമായ നാശത്തിന് കാരണമാവുകയും ചെയ്യും. ഇതൊരു വലിയ ആഘാത തരംഗം സൃഷ്ടിക്കുകയും ശക്തമായ ഭൂകമ്പങ്ങൾ, സുനാമികൾ, തീ, കൊടുങ്കാറ്റുകൾ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. സ്ഫോടനം അന്തരീക്ഷത്തിലേക്ക് വലിയ അളവിൽ അവശിഷ്ടങ്ങൾ പുറന്തള്ളുകയും സൂര്യപ്രകാശം തടയുകയും ആഗോള കാലാവസ്ഥാ ഘടനകളെ തന്നെ തകിടം മറിക്കുകയും ചെയ്യും. ആഘാതത്തിന്റെ സ്ഥാനവും കോണും അനുസരിച്ച് ഏകദേശം 3-5 കിലോമീറ്റർ ആഴവും 10-15 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ഗർത്തം സൃഷ്ടിക്കപ്പെടുമെന്നും സിമുലേഷനുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ചുറ്റുമുള്ള പ്രദേശം പൂർണ്ണമായി നശിപ്പിക്കപ്പെടും. ബെന്നു പോലുള്ള ഛിന്നഗ്രഹങ്ങളെ പലപ്പോഴും നഗരക്കൊലയാളികൾ എന്നാണ് വിളിക്കാറുള്ളത്. കാരണം അവയ്ക്ക് മെട്രോപൊളിറ്റൻ തലത്തിൽ വ്യാപകമായ നാശം വിതയ്ക്കാൻ കഴിയും. ഉടനടിയുള്ള നാശനഷ്ടങ്ങൾക്ക് പുറമെ അത്തരമൊരു ആഘാതം 100-400 ദശലക്ഷം ടൺ പൊടി അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുമെന്നും അത് കാലാവസ്ഥ, അന്തരീക്ഷ രസതന്ത്രം, ആവാസ വ്യവസ്ഥ എന്നിവയിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ പ്രത്യാഘാതങ്ങൾ 3 മുതൽ 4 വർഷം വരെ നിലനിൽക്കുകയും ചെയ്യും. ഇത് ആഗോള ആവാസ വ്യവസ്ഥകൾക്കും സമ്പദ് വ്യവസ്ഥകൾക്കും സമൂഹങ്ങൾക്കും കാര്യമായ തടസ്സങ്ങൾ സൃഷ്ടിക്കും. ബെന്നുവിന്റെ വലുപ്പമുള്ള ഒരു ഛിന്നഗ്രഹ കൂട്ടിയിടിയുടെ വിനാശകരമായ പ്രത്യാഘാതങ്ങളുടെ വ്യക്തമായ ചിത്രം ഛിന്നഗ്രഹത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ മുഖ്യ രചയിതാവായ ലാൻഡായി വരച്ചു കാട്ടുന്നുണ്ട്. അവർ വിവരിക്കുന്ന ഇമ്പാക്റ്റ് വിൻഡർ എന്ന സാഹചര്യം അതിഭയാനകരമാണ്. അന്തരീക്ഷത്തിലെ വൻതോതിലുള്ള പൊടിപടലങ്ങൾ സൂര്യപ്രകാശത്തിന്റെ ഒരു പ്രധാന ഭാഗത്തെ തടയും. ഇത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്ന സൗരവികിരണത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കും. സൂര്യപ്രകാശം കുറയുന്നത് ആഗോള താപനിലയിൽ ദ്രുതഗതിയിലുള്ള ഇടിവിന് കാരണമാകും. ഇത് കഠിനമായ തണുപ്പിനും മഞ്ഞുവീഴ്ചയ്ക്കും കാരണമാകും. ശൈത്യകാലത്തിന്റെ ആഘാതം ആഗോള മഴയുടെ രീതികളെ തടസ്സപ്പെടുത്തുകയും പല പ്രദേശങ്ങളിലും വരൾച്ചയ്ക്കും മഴക്കുറവിനും കാരണമാവുകയും ചെയ്യും. ഭൂമിയുടെ ശരാശരി ഉപരിതല താപനില ഏകദേശം 7 ഡിഗ്രി ഫാരൻഹീറ്റ് കുറയുമെന്നും ശരാശരി മഴ 15% കുറയുമെന്നും സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തിൽ 20-30% വരെ കുറവുണ്ടാകുമെന്നും ദോഷകരമായ സൗരോർജ്ജ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഭൂമിയുടെ ഓസോൺ പാളിയിൽ 32% കുറവുണ്ടാകുമെന്നും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. വലിയ അളവിൽ എയറോസോളുകളും വാതകങ്ങളും മുകളിലെ അന്തരീക്ഷത്തിലേക്ക് എത്തുകയും കാലാവസ്ഥയിലും ആവാസ വ്യവസ്ഥയിലും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് കാലാവസ്ഥാ ഭൗതിക ശാസ്ത്രജ്ഞനും ICCP ഡയറക്ടറുമായ ഡൈ ആൻഡ് സ്റ്റഡി സീനിയർ എഴുത്തുകാരൻ ആക്സൽ ഡിമാൻമാൻ പറഞ്ഞിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥ കരയിലും സമുദ്രത്തിലും സസ്യവളർച്ചയെ തടസ്സപ്പെടുത്തുമെന്ന് പഠനത്തിൽ പറയുന്നുണ്ട്. ഛിന്നഗ്രഹ ആഘാതത്തിന്റെ വിനാശകരമായ ഫലങ്ങളിൽ നിന്ന് കരയിലെ സസ്യങ്ങൾക്ക് വീണ്ടെടുക്കാൻ 2 വർഷമെങ്കിലും എടുക്കും. സമുദ്രത്തിലെ സസ്യങ്ങൾക്ക് പക്ഷെ വെറും 6 മാസത്തിനുള്ളിൽ തിരിച്ചു വരാൻ സാധിക്കും. മാത്രമല്ല, സമുദ്രത്തിൽ അടിഞ്ഞുകൂടുന്ന ഇരുമ്പ് സമ്പുഷ്ടമായ പൊടി ഡയാറ്റം പൂക്കളുടെ അത്ഭുതപൂർവമായ സ്ഫോടനത്തിന് കാരണമാകും. ഇത് യഥാർത്ഥത്തിൽ പ്ലാങ്ക്ടണുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ചില ആവാസ വ്യവസ്ഥകൾക്ക് ദുരന്ത സംഭവങ്ങളോട് എങ്ങനെ പ്രതിരോധ ശേഷിയോടെ പ്രതികരിക്കാൻ കഴിയുമെന്നതിന്റെ ശ്രദ്ധേയമായ ഉദാഹരണമായിരിക്കും ഈ പ്രതിഭാസം. ഇത്രയും വലിയൊരു ഛിന്നഗ്രഹ കൂട്ടിയിടി മൂലം മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും മരണസാധ്യത പ്രധാനമായും ഛിന്നഗ്രഹ ആഘാതം എവിടെ സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഡായ് പറയുന്നത്. അവശിഷ്ടങ്ങളുടെ കൂമ്പാരം പോലെ കാണപ്പെടുന്ന ബെന്നു ഒരു ഖരവസ്തുവല്ല,
മറിച്ച് ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് സൗരയുധത്തിന്റെ അടുത്ത രൂപം കൊണ്ട് ഒരു വലിയ ഗോളത്തിന്റെ പാറക്കെട്ടുകളുടെ അവശിഷ്ടമാണ്. നാസയുടെ റോബോട്ടിക് ഒസിറിക്സ് റെക്സ് ബഹിരാകാശ പേടനം ബെന്നുവിലേക്ക് യാത്ര ചെയ്യുകയും 2020 വിശകലനത്തിനായി പാറയുടെയും പൊടിയുടെയും സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഭൂമിയുടെ ചരിത്രത്തിൽ ഇടയ്ക്കിടെ ഇത്തരത്തിൽ ചിഹ്നഗ്രഹങ്ങൾ ഇടിച്ചിട്ടുണ്ട്. പലപ്പോഴും അത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമായിട്ടുമുണ്ട്. 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മെക്സിക്കോയിലെ യുകാറ്റൻ ഉപദ്വീപിന്റെ തീരത്ത് 6-9 മൈൽ വീതിയുള്ള ഒരു ചിഹ്നഗ്രഹം ഇടിക്കുകയും ഇത് ലോകത്തിലെ 3/4 ഭാഗത്തോളം ജീവജാലങ്ങളെ ഉന്മൂലനം ചെയ്യുകയും ദിനോസറുകളുടെ യുഗം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബെന്നു ചിഹ്നഗ്രഹം ഭൂമിയിൽ ഇടിക്കാനുള്ള സാധ്യത വളരെ ചെറുതാണ്, എന്നാൽ അതിന്റെ ആഘാതം വളരെ ഗുരുതരമായിരിക്കും. ഇത് നമ്മുടെ ഗ്രഹത്തിന്റെ ദീർഘകാല ഭക്ഷ്യ അരക്ഷിതാവസ്ഥയ്ക്കും കഴിഞ്ഞ 1,00,000 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ മാത്രം കാണപ്പെടുന്നതിന് സമാനമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾക്ക് കാരണമാകുമെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നാസ അടക്കമുള്ള ബഹിരാകാശ ഏജൻസികളുടെ നിരീക്ഷണ വലയത്തിൽ നിലവിൽ ഈ ചിഹ്നഗ്രഹമുണ്ട്.